അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് നമുക്ക് എങ്ങനെ ആദ്യം തന്നെ രാധയെ ഒരുക്കിയെടുക്കാം എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രാധയുടെ ഞാൻ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടുണ്ട്. കാരണം മുടി നമ്മൾ വട വെച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ആദ്യം ഇടണം. ഡ്രസ്സ് ആദ്യം ഇട്ടതിന് ശേഷം നമുക്ക് മുടി ഇടാം. ഓക്കെ, ഇഷ്ടമുള്ള രീതിയിൽ വകൽച്ച എടുത്തിട്ട് ഞാൻ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. എടുത്തിട്ട് മുടി ചീകി അത് വടക്കകത്തേക്ക് വെച്ചിട്ട് കെട്ടുവാണേ. ആദ്യം നമ്മൾ ബുഷിട്ട് അത് ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണേ. ബുഷിട്ട് നമ്മൾ മുടി ടൈറ്റ് ആയവനെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വട കയറ്റി വിടാവേ. നമ്മൾ വട കയറ്റി ഇതിന് ശേഷം വട കാണാത്ത രീതിയിൽ നമ്മൾ മുടിയെല്ലാം കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബുഷ് കൂടി ഇട്ട് വിടാവേ. അപ്പോൾ അത് ടൈറ്റായിട്ടുണ്ട്. ഓരോന്നും ഒരു സൈഡിലേക്കാക്കി വെക്കണേ. ഞാനിവിടെ 2 തിരുപ്പൻ എടുത്തിട്ടുണ്ട്. ഈ തിരുപ്പൻ ഓരോന്നും മൂന്ന് സൈഡിലായിട്ട് നമ്മൾ കറക്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഒരെണ്ണം ഇതിലേക്കാക്കിയിട്ട് ഇത് റൗണ്ട് ചെയ്ത് കറക്റ്റ് ഇവിടെ കൊണ്ടുവരിക. ഓക്കെ അല്ലേ? കണ്ടോ? എന്നിട്ട് നമുക്കൊരു ബുഷ് ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പാണെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ തിരുപ്പന് വെച്ച് കെട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ. ഇതിന് ശേഷം നമുക്കൊന്ന് പിന്നാവേ. നമ്മൾ മുടി പിന്നി എടുത്തിട്ടുണ്ട്. പിന്നി എടുത്തതിന് ശേഷം ഇത് നേരെ നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഇടുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ മുടിയിൽ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇത്രയൊന്ന് സെറ്റാക്കി എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ് നമ്മൾ തലയിൽ വെക്കുന്നത്. അത് റൗണ്ടിലെടുത്ത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. ഓക്കെ, അങ്ങനെ ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ തലമുടിയുടെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്രീം എടുക്കുക. അടുത്ത നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈവനായിട്ട് മുഖത്ത് മൊത്തം നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഇടണം, എന്നെങ്കിൽ മാത്രമേ മേക്കപ്പിന് ഫൈനൽ ടച്ചപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന റോസ് പൗഡർ അപ്ലൈ ആണ്. അപ്പം അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൗഡറും ഇട്ട്, റോസ് പൗഡറും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് പെരിയ എഴുതണം, കണ്ണെഴുതണം. അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കണം. അപ്പം അതിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ പെരിയ എഴുതണം കേട്ടോ. നമ്മൾ പിരിയൻ 2 എഴുതി കഴിച്ചിട്ടുണ്ട്. കാരണം നല്ല കട്ടിക്കുന്നതാണ് കൊടുത്തിട്ടുണ്ട്. രാധനെ നമ്മൾ മിട്ടിക്ക് കുട്ടിയാക്കണ്ടേ. ഇനി നമുക്ക് ഐലൈനർ ഉപയോഗിക്കാവേ. നമ്മൾ കണ്ണെഴുതാണ്. ആദ്യം നമ്മൾ അടിവശത്തേക്ക് എഴുതി കൊടുക്കുക. അത് കുറച്ച് കട്ടിയിലിട്ടോണം കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ അടിവശം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഐഷാഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐഷാഡ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് മേളിലും കൂടെ എഴുതാം. നമ്മൾ ഈ കളറാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കണ്ണടച്ചമനെ നമ്മൾ ഐഷാഡ് മുഴുവൻ ഇട്ടു. ഇനി നമ്മുടെ കണ്ണിൻ്റെ മേളിൽ നമ്മൾ കട്ടിക്ക് എഴുതാൻ പോവാണ്. നല്ല കട്ടിക്ക് തന്നെ എഴുതിക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു തിക്നെസ്സും അതിൻ്റെ ആ ഒരു ഷോ നല്ല രീതിയിൽ അറിയുള്ളൂ. നമ്മൾ ശകലം കട്ടിക്ക് തന്നെ ഇടുവാണേ. ഇപ്പുറത്തെ കണ്ണും കൂടി എഴുതാതെ നല്ല കട്ടിക്ക് തന്നെ വരണം. ഇവിടെ ശകലം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. നമ്മളിപ്പം ജസ്റ്റ് ഇങ്ങനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ കണ്ണെഴുതി പിരി എഴുതി നമുക്ക് കവിളൊന്ന് ശകലം ചുമപ്പിക്കാം. അല്ലേ രാധേ? രാധേ രാധേ. അപ്പം ഇനി നമ്മൾ നമ്മുടെ രാധയുടെ
പിരിയത്തിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പം അതിന് ചുമലയും വെള്ളയും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ചുമല എടുത്ത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിരിയനയിൽ ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഒരു കുത്തു കൊടുത്തു, സ്പേസ് ഇട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇവിടെ ഞാൻ റെഡും വൈറ്റും മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് വെള്ളയും കൂടെ കൊടുക്കാമേ. വെള്ളം തെളിഞ്ഞു വരുന്നില്ല. അങ്ങനെ സൈഡിൽ നമ്മളൊരു പൂ ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചുമല കുത്തു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ വെള്ള കുത്താണ് കൊടുക്കുന്നത്. കണ്ടോ, അതിന് വേറൊരു ഭംഗിയല്ലേ. അപ്പം അത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്യാവേ. നമ്മളിവിടെ ആ പൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേ സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുന്നത്. മാറിപ്പോയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കൊടുക്കാൻ പോകുന്നത് ഇവിടെയാണേ. ഇവിടെ നമ്മൾ വെള്ള കൊടുത്തിട്ട് അതിന് ചുറ്റും ചുമല കുത്താനായിട്ടാണേ. നമ്മൾ പൊട്ട് കുത്തിക്കൊടുക്കാം. അത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കല്ലിൻ്റെ പൊട്ടാണ് കേട്ടോ. അതിനൊടുത്ത് ചന്ദനം എന്നാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവേ. ഇത് എന്തായാലും സെറ്റായതിന് ശേഷം നമുക്ക് ചന്ദനം തൊട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നേരെ ഇട്ടേക്കാം. ചുണ്ടിൽ ഞാൻ റെഡ് കളറാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൈ തന്നെ കരുതുന്ന വളരെ നല്ല കാര്യമാണ്. കാരണം ഇതുങ്ങളെല്ലാം ലിപ്സ്റ്റിക്ക് കൈ കാണൂല. ഇതെല്ലാം കഴിയുമ്പോഴത്തേനും അത് മൊത്തം പോവും. അതുകൊണ്ട് നമുക്ക് കൈ കരുതുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ കമ്മലിട്ട് കൊടുക്കണേ. മാലയും ഒന്നും ഇപ്പം ഇടുന്നില്ല, കാരണം അവൾ സാരിയെ പോലെയാണ് അവളെ ഉടുപ്പിക്കുന്നത്. അതുകൊണ്ട് മാലയൊന്നും ഇപ്പം ഇടുന്നില്ല. ലാസ്റ്റ് മാത്രം മാല ഇടുന്നത്. കൂട്ടത്തിൽ തന്നെ നെറ്റിച്ചുട്ടിയും കൂടെ വെക്കാവേ. നെറ്റിച്ചുട്ടിയൊക്കെ കൊടുത്തിട്ട് അതിനെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ലുക്കിലൊക്കെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഉടുപ്പിച്ച് രാധേനെ വേറെ ലുക്കിൽ എത്തിക്കാം. നമ്മളെടുത്ത ഷാള് അത് നല്ലപോലെ ഞുറിവാക്കി എടുക്കുക. ഞുറിവായിട്ടെടുത്തതിന് ശേഷം ഒന്നുകൂടെ കുഞ്ഞാക്കി എടുക്കാം. ഞുറിവാക്കി എടുത്തതിന് ശേഷം നമ്മളത് ഷോൾഡറിൽ ആദ്യം തന്നെ ഇവിടെ ഇടാവേ. നമ്മളത് ഞുറുവോടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കാവേ. നമ്മളിതൊന്ന് പിൻ ചെയ്തു. ഇനി ഈ തുമ്പ് നമ്മൾ നേരെ ഇതിൻ്റെ ബാലൻസ് വരുന്ന പീസ് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെയൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതിങ്ങനെയൊന്ന് നമുക്ക് സ്ലൈഡ് വെച്ച് കുത്തി വെക്കാം. കാരണം ആ കെട്ടുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പം ഈ ഞുറിവെല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. ഇതിങ്ങനെ ഏർപ്പെട്ട് കെട്ടി റെഡിയാക്കുവാണേ. മുറിയുമല്ലോ. അങ്ങനെ രാധയുടെ ഏകദേശം ഫൈനൽ ടച്ചപ്പായി. ഇനി നമ്മൾ മാലയെല്ലാം ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ലുക്കാണ്. അതാവും അപ്പൂൻ്റെ കാലയിൽ നമ്മൾ വളയിടാണ് കേട്ടോ. നല്ല അത് ഗോൾഡും നമുക്ക് മാച്ച് ആവുന്ന രീതിയിൽ എടുക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഉള്ളത് വെച്ചിട്ട് ചെയ്താണേ. രാധയ്ക്ക് കിരീടവും വെച്ച് നമ്മൾ സുന്ദരി കുട്ടിയാക്കി നിർത്തിയേക്കാണ് നമ്മുടെ രാധേനെ. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ രാധ ഇതാ ഒരുങ്ങി റെഡിയായിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ലുക്കാണ് രാധയുടേത്. അടിപൊളിയായിട്ട് കുഞ്ഞിനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോസുകൾ വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ.